119 സങ്കീർത്തനം അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ തേടുന്നു. കർത്താവേ, അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിനെതിരെ തെറ്റ് ചെയ്യാതിരിക്കാൻ കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവിൻ്റെ നിസ്സീമമായ സ്നേഹത്താൽ നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ ആ ശക്തിയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും അവ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപയാൽ ഓരോ വ്യക്തി ജീവിതങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാ ദൈവജനത്തിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവ് അനുഗ്രഹിക്കണമേ, അപ്പ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ അയക്കണമേ. പിതാവേ, പരിശുദ്ധിയിലും വിശുദ്ധിയിലും നിറഞ്ഞു ജീവിക്കുവാൻ ഓരോ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യക്കരം ഓരോ മക്കളുടെ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവേ, അവരെ എല്ലാം അനുഗ്രഹിക്കണമേ, വിശദീകരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മാത്രമേ അറിയത്തുള്ളൂ, എന്നാൽ പ്രവൃത്തികളെല്ലാം അങ്ങയുടേതാണ്. കർത്താവേ, അങ്ങ് പ്രവർത്തിക്കണമേ. എല്ലാവർക്കും ആവശ്യത്തിനുള്ള എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം ഓരോ കുടുംബത്തിൻ്റെ മേലും ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ നന്ദി, പിതാവേ സ്തുതി, പിതാവേ ആരാധന. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്നേഹം കൊണ്ട് ഓരോ വ്യക്തികളും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കഷ്ടതകളിൽ നിന്ന് എല്ലാവരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ തിരുവചനം ഞങ്ങളെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ടല്ലോ, കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കത്തില്ലെന്ന്. കർത്താവെ, എന്ത് കഷ്ടതയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാൻ കഴിവുള്ള സ്വർഗീയ പിതാവിൻ്റെ കരത്തിലേക്കാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. പിതാവേ, ഞങ്ങൾ അങ്ങേ മുറുകെ പിടിക്കുവാനും അങ്ങ് ഞങ്ങളെ മുറുകെ പിടിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ, ശക്തരാക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഈ ലോകം മുഴുവനും കർത്താവെ അങ്ങയുടെ കരവേലയിലാണല്ലോ, അങ്ങയുടെ മക്കളാണല്ലോ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി തിരഞ്ഞെടുത്ത് കർത്താവെ അങ്ങയെ അറിഞ്ഞ് ജീവിക്കുന്ന എല്ലാവരുടെ മേൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഓരോ കുടുംബത്തിൻ്റെ മേലും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.